ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗസ്റ്റ് ഓഫ് ഗോഡ് സർവീസ് പ്രോഗ്രാമിന്റെ സഹകരണത്തോടെ ഹജ്ജ് ഉംറ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 4ാമത് ഹജ്ജ് സമ്മേളനവും പ്രദർശനമേളയും ജനുവരി 13 മുതൽ 16 വരെ ജിദ്ദയിലെ സൂപ്പർ ഡോമിൽ നടക്കും. വിവിധ രാജ്യങ്ങളിലെ ഹജ്ജുമായി ബന്ധപ്പെട്ട ചുമതല വഹിക്കുന്ന മന്ത്രിമാർ, സ്ഥാനപതിമാർ, പൊതു സ്വകാര്യ NGO മേഖലകളിൽ നിന്നുള്ള ഹജ്ജ് സർവീസ് സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. അനുഭവങ്ങളും അറിവുകളും കൈമാറ്റം ചെയ്യുന്നതിനും ഈ സുപ്രധാന മേഖലയിലെ സേവനദാതാക്കൾക്കിടയിൽ മത്സരക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനുമുള്ള തന്ത്രപരവും സമഗ്രവുമായ വേദിയാണ് ഹജ്ജ് സമ്മേളനം. പൊതു സ്വകാര്യ NGO മേഖലകളിൽ നിന്നുള്ള 250 സ്ഥാപനങ്ങൾക്ക് പുറമെ 87 രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ, അക്കാദമിക് വിദഗ്ധർ, ഗവേഷകർ, തീർത്ഥാടന കാര്യ ഓഫീസുകളുടെയും നയതന്ത്ര ദൗത്യങ്ങളുടെയും പ്രതിനിധികൾ തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുക്കും. യാത്രക്കാരുടെ സുരക്ഷയും സൗകര്യവും പരിഗണിച്ച് ശക്തമായ പെരുമാറ്റച്ചട്ടങ്ങളുമായി ദുബായ് മെട്രോ രംഗത്ത്. അവ ലംഘിക്കുന്നവർക്ക് കനത്ത പിഴയാണ് ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി മുന്നോട്ട് വയ്ക്കുന്നത്. ദുബായ് മെട്രോയിലേക്ക് ഓടിക്കയറുക, ക്യാബിൻ മാറിക്കയറുക, കുട്ടികളെ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുക തുടങ്ങി നിരവധി കാര്യങ്ങൾക്ക് കർശനമായ വിലക്കാണ് അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അനാവശ്യ പിഴയിൽ നിന്നും രക്ഷപ്പെടാനും മറ്റുള്ളവരുടെ കൂടി യാത്ര എളുപ്പമാക്കാനും ദുബായ് മെട്രോ യാത്രക്കാർ ഈ പെരുമാറ്റച്ചട്ടങ്ങൾ അറിഞ്ഞു വെക്കുന്നതും നല്ലതാണ്. ട്രെയിനിന്റെ വാതിലുകളിൽ നിൽക്കുക, ക്യൂ ലംഘിച്ച് നീങ്ങുക, മറ്റ് യാത്രക്കാരെ പരിഗണിക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുക തുടങ്ങിയവയും ദുബായ് മെട്രോ വിലക്കിയിട്ടുണ്ട്. ചില പ്രധാന കുറ്റകൃത്യങ്ങളുടെയും അവയുമായി ബന്ധപ്പെട്ട ശിക്ഷകളും അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട്. ചെറിയ കുറ്റങ്ങൾക്ക് 100 ദിർഹമാണ് പിഴ. ഏതെങ്കിലും രീതിയിലുള്ള ശല്യമുണ്ടാക്കുകയോ മറ്റ് യാത്രക്കാർക്ക് അസൗകര്യം ഉണ്ടാക്കുകയോ ചെയ്യുക, ഭിന്നശേഷിക്കാർ പോലെയുള്ള പ്രത്യേക ഗ്രൂപ്പുകൾക്കായി നീക്കിവച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരിക്കുക, നിരോധിത മേഖലകളിൽ ഭക്ഷണം കഴിക്കുകയോ പാനീയങ്ങൾ കുടിക്കുകയോ ചെയ്യുക, കാഴ്ച വൈകല്യമുള്ളവർക്കുള്ള വഴികാട്ടി നായ്ക്കളൊഴികെ വളർത്തുമൃഗങ്ങളെ പൊതുഗതാഗതത്തിലേക്ക് കൊണ്ടുവരിക, മുന്നറിയിപ്പ് അടയാളങ്ങളുള്ള നോ അഡ്മിഷൻ മേഖലകളിൽ പ്രവേശിക്കുക, യാത്രക്കാർക്കായി ഉള്ളതല്ലാത്ത ഇടങ്ങളിൽ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുക, ഇരിപ്പിടങ്ങളിൽ കാലുകൾ കയറ്റിവെക്കുക, അവ കേടുവരുത്തുകയോ വൃത്തികേടാക്കുകയോ ചെയ്യുക, ലിഫ്റ്റും എക്സലേറ്ററും ദുരുപയോഗം ചെയ്യുക, മെട്രോയിലേക്ക് ഓടിക്കയറുകയോ ചാടിക്കയറുകയോ ചെയ്യുക, വാഹനം നീങ്ങുമ്പോൾ വാതിലുകൾ തുറക്കുകയോ മെട്രോയിലേക്ക് കയറുകയോ ഇറങ്ങുകയോ ചെയ്യുക, മറ്റുള്ളവർക്ക് അസൗകര്യമുണ്ടാക്കുന്നതോ സുരക്ഷാ അപകടങ്ങൾ ഉണ്ടാക്കുന്നതോ ആയ സാധനങ്ങൾ കൊണ്ടുപോവുക തുടങ്ങിയവയാണ് ചെറിയ കുറ്റകൃത്യങ്ങൾ. മിതമായ കുറ്റകൃത്യങ്ങൾക്ക് 200 ദിർഹമാണ് പിഴയെന്ന് അധികൃതർ അറിയിച്ചു. പൊതുഗതാഗതം ഉപയോഗിക്കുന്നതിനുള്ള ടിക്കറ്റില്ലാതെ ഫെയർ സോണുകളിൽ പ്രവേശിക്കുക, ഒരു സാധുവായ നോൾ കാർഡ് കാണിക്കുന്നതിൽ പരാജയപ്പെടുകയോ കാലഹരണപ്പെട്ടതോ അസാധുവായതോ ആയ കാർഡുകൾ ഉപയോഗിക്കുകയോ മറ്റുള്ളവരുടെ കാർഡുകൾ ഉപയോഗിക്കുകയോ ചെയ്യുക, മുൻകൂർ അനുമതിയില്ലാതെ നോൾ കാർഡുകൾ വിൽക്കുക, തുപ്പൽ, മാലിന്യം വലിച്ചെറിയൽ തുടങ്ങി ഏതെങ്കിലും രീതിയിൽ മെട്രോയെ വൃത്തികേടാക്കുക, ഏതെങ്കിലും പൊതുഗതാഗത സൗകര്യങ്ങളിൽ വെച്ച് പുകവലിക്കുക, അനുമതിയില്ലാതെ സാധനങ്ങൾ വിൽക്കുകയോ പരസ്യം ചെയ്യുകയോ ചെയ്യുക, ഇൻസ്പെക്ടർമാരിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അവഗണിക്കുകയോ അവരുടെ ചുമതലകൾ തടസ്സപ്പെടുത്തുകയോ ചെയ്യുക, സൈൻ ബോർഡുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന നിയമങ്ങൾ അവഗണിക്കുക, ഡ്രൈവർമാരെ തടസ്സപ്പെടുത്തുന്നതോ ശ്രദ്ധ തിരിക്കുന്നതോ ആയ പെരുമാറ്റങ്ങൾ, നിരോധിത സ്ഥലങ്ങളിൽ ഉറങ്ങുന്നതിനും 300 ദിർഹമാണ് പിഴ. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് 1000 ദിർഹമാണ് പിഴ ഈടാക്കുക. ആയുധങ്ങൾ, മൂർച്ചയുള്ള ഉപകരണങ്ങൾ, തീപിടിക്കുന്ന വസ്തുക്കൾ തുടങ്ങി അപകടകരമായ വസ്തുക്കൾ കൈവശം വയ്ക്കൽ, നിരോധിത മേഖലകളിൽ പ്രവേശിക്കുക, നിയുക്ത പ്രദേശങ്ങൾക്ക് പുറത്ത് മെട്രോ റെയിൽവേ ട്രാക്കുകൾ മുറിച്ചു കടക്കൽ ഇനി അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. അവയ്ക്കുള്ള പിഴ 2000 ദിർഹമാണ്. കാരണമില്ലാതെ എമർജൻസി ബട്ടണുകൾ അമർത്തുക, സുരക്ഷാ ഉപകരണങ്ങളോ എമർജൻസി എക്സിറ്റുകൾ പോലെയുള്ള ഉപകരണങ്ങളോ അനാവശ്യമായി ഉപയോഗിക്കുക തുടങ്ങിയവയാണ്. സർക്കാർ ഓഫീസുകളിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം തടഞ്ഞതായി കണ്ടെത്തിയ 3 മാനേജർമാർക്കെതിരെ ദുബായ് ഭരണാധികാരി നടപടി സ്വീകരിച്ചു. ദുബൈയിലെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനങ്ങൾ രഹസ്യമായി നിരീക്ഷിക്കാൻ ഭരണാധികാരി ഏർപ്പെടുത്തിയ മിസ്റ്ററി ഷോപ്പർ പദ്ധതിയുടെ ഭാഗമായുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ജനങ്ങൾക്കായി തുറന്ന വാതിലുകൾ എന്ന ദുബൈയുടെ സംസ്കാരത്തിന്റെ ലംഘനമാണ് ഉദ്യോഗസ്ഥരുടെ നടപടിയെന്ന്
UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും കുറ്റപ്പെടുത്തി. ഈ 3 എക്സിക്യൂട്ടീവുകളും തങ്ങൾക്കായി വലിയ ഓഫീസുകൾ സൃഷ്ടിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാർ മിടുക്കാണ്, ഇടപാടുകൾ ഡിജിറ്റലാണ്, ആളുകളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും വെബ്സൈറ്റുകൾ വഴി അറിയിച്ചാൽ മതി എന്ന രീതിയിൽ ജനങ്ങളെ ഓഫീസുകളിൽ നേരിട്ടെത്തുന്നതിൽ നിന്നും തടഞ്ഞതായും ഷെയ്ഖ് മുഹമ്മദ് കൂട്ടിച്ചേർത്തു. ഈ 3 ഉദ്യോഗസ്ഥർ ആളുകളെ തങ്ങളുടെ അടുത്തേക്ക് കടത്തിവിടാതിരിക്കാൻ മാനേജർമാർ, സെക്രട്ടറിമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരെ അവരുടെ വാതിലുകൾക്ക് മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ മിസ്റ്ററി ഷോപ്പർ സംരംഭത്തിന്റെ ഭാഗമായി ദുബൈയിലെ എല്ലാ സർക്കാർ ഓഫീസുകളിലും രഹസ്യ നിരീക്ഷകർ സന്ദർശനം നടത്തുകയും അവിടങ്ങളിലെ സേവനങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് നൽകുകയുമായിരുന്നു. ഇവർ ശേഖരിച്ച നിരീക്ഷണങ്ങളാണ് ഷെയ്ഖ് മുഹമ്മദ് പങ്കുവച്ചത്. കുവൈറ്റിൽ പുതുവർഷം പ്രമാണിച്ച് എല്ലാ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും ജനുവരി 1, 2 തീയതികളിൽ അവധി നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇതുപ്രകാരം ജനുവരി 1, 2 തീയതികളിൽ രാജ്യത്തെ എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്നും തുടർന്ന് വരുന്ന വെള്ളി, ശനി, വാരാന്ത്യ അവധി ദിവസങ്ങൾക്ക് ശേഷം ജനുവരി 5 ഞായറാഴ്ച മുതൽ പ്രവൃത്തി ദിവസം ആരംഭിക്കും. നാഷണൽ സൈബർ സെക്യൂരിറ്റി ഏജൻസിയുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ഖത്തർ നാഷണൽ സൈബർ സെക്യൂരിറ്റി ഏജൻസി മുന്നറിയിപ്പ് നൽകി. സൈബർ സെക്യൂരിറ്റിയിൽ നിന്നും വിളിക്കുന്നു എന്ന് പറഞ്ഞ് പലരുടെയും വ്യക്തിഗത അല്ലെങ്കിൽ ബാങ്കിംഗ് വിവരങ്ങൾ ചോദിക്കുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. NCSA ഒരിക്കലും ഖത്തറിലെ പൗരന്മാരിൽ നിന്നോ താമസക്കാരിൽ നിന്നോ ബാങ്കിംഗ് അല്ലെങ്കിൽ വ്യക്തിഗത വിവരങ്ങൾ ആവശ്യപ്പെട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ഏജൻസിയുടെ പേരിൽ ഇത്തരം ചില ഫോൺ കോളുകൾ പലർക്കും വരുന്നുണ്ട്. ഇതുമായി പ്രതികരിക്കരുതെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ഇത്തരം കോളുകളുമായി പ്രതികരിക്കുന്നത് സൈബർ തട്ടിപ്പിലെ അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നും അത് ദോഷം ചെയ്യുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. തട്ടിപ്പിലേക്കോ ഡാറ്റ മോഷണത്തിലേക്കോ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലേക്കോ ലക്ഷ്യം വെച്ച് മൊബൈൽ ഫോണുകളും മറ്റു ഉപകരണങ്ങളും ഹാക്ക് ചെയ്യുന്നത് തടയാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. വ്യാഴാഴ്ച UAEയിൽ ചില സമയങ്ങളിൽ ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെട്രോളജി വിഭാഗം അറിയിച്ചു. നേരിയ തോതിലോ മിതമായ തോതിലോ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. മൂടൽമഞ്ഞ് കാരണം യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. മൂടൽമഞ്ഞ് കാഴ്ചയെ മറയ്ക്കാനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് നിലവിൽ താപനില 30 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. അബുദാബിയിൽ 28 ഡിഗ്രി സെൽഷ്യസിലേക്കും ദുബൈയിൽ 27 ഡിഗ്രി സെൽഷ്യസിലേക്കും താപനില ഉയരും. കുറഞ്ഞ താപനില അബുദാബിയിൽ 17 ഡിഗ്രി സെൽഷ്യസും ദുബൈയിൽ 19 ഡിഗ്രി സെൽഷ്യസും പർവ്വത പ്രദേശങ്ങളിൽ 8 ഡിഗ്രി സെൽഷ്യസുമായേക്കും. പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാനും സാധ്യതയുണ്ട്. താമസക്കാർ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണെന്നും കൂട്ടിച്ചേർത്തു. ലോകത്തെ മികച്ച വിമാന കമ്പനികളുടെയും വിമാനത്താവളങ്ങളുടെയും പട്ടികയിൽ ഖത്തറിന് ഉയർന്ന നേട്ടം. വിമാനങ്ങളിലും വിമാനത്താവളങ്ങളിലും മികച്ചതായി ഖത്തറിൽ നിന്നുള്ളവ ഉൾപ്പെട്ടു.